ജീവകാരുണ്യ സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ കോടനാട് ആനന്ദഭവനിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. കോടനാട് പോലീസ് ഇൻസ്പെക്ടർ മനുരാജ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആനന്ദഭവനിലെ അമ്മമാർക്ക് പാരിതോഷികങ്ങളും സമ്മാനിച്ചു. അനേകം പേർക്ക് നന്മയുടെ വെളിച്ചവും കാരുണ്യത്തിന്റെ അഭയകേന്ദ്രവുമായ കോടനാട് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി എന്ന ജീവകാരുണ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കോടനാട് ആനന്ദഭവനിലെ രോഗികളും മാനസിക വൈകല്യം അനുഭവിക്കുന്നവരുമായ അമ്മമാർക്കൊപ്പം ന്യൂ ഇയർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. എല്ലാവർക്കും സമ്മാനങ്ങളും നൽകി. കോടനാട് പോലീസ് ഇൻസ്പെക്ടർ മനുരാജ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ SD കോൺവെന്റിന്റെ ആനന്ദഭവനിൽ ഉള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എത്തിയതാണ്. നമ്മുടെ സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആൾക്കാരിൽ ഇതുപോലെ തന്നെ അശരണരും ആലംബഹീനരുമായ ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം ശ്രമങ്ങൾ ശ്ലാഘനീയമാണ്. ഇതുപോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ ഉള്ള അശരണർക്ക് ഒരു ആശ്വാസമായിട്ട് എന്നും നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇവർ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലെല്ലാം സന്തോഷം പങ്കുവെക്കാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കും. ലാസർ തേനൻ ആമുഖ പ്രഭാഷണം നടത്തി. രക്ഷാധികാരി തോമസ് മാഞ്ഞാലി അധ്യക്ഷത വഹിച്ചു. സാന്ത്വനം ജീവകാരുണ്യ കൂട്ടായ്മയിലെ ഷിജു പാപ്പച്ചൻ മുഖ്യാതിഥിയായിരുന്നു. ആനന്ദഭവനിലെ അമ്മമാർക്ക് ചടങ്ങിൽ പുതുവത്സര സമ്മാനങ്ങൾ കൈമാറി. ട്രഷറർ ഷിബു തളിയൻ, കോടനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിപിൻ കോട്ടക്കുടി, ആനന്ദഭവൻ മദർ സുപ്പീരിയർ, 4ാം വാർഡ് മെമ്പർ ബിന്ദു കൃഷ്ണകുമാർ, 9ാം വാർഡ് മെമ്പർ സിന്ധു അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. കുറിച്ചിലക്കോട് പള്ളിയോട് ചേർന്നുള്ള SD കോൺവെന്റിൽ സംഘടിപ്പിച്ച പുതുവർഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആട്ടവും പാട്ടുമായി പുതുവർഷത്തെ ഹർഷാരവത്തോടെ എല്ലാവരും ചേർന്ന് വരവേറ്റു. ഡയാലിസിസ് രോഗികൾക്കും നിർധനരായ ക്യാൻസർ രോഗികൾക്കും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റു രോഗികൾക്കും സാമ്പത്തിക സഹായം നൽകി വരുന്ന കൂട്ടായ്മയാണ് കോടനാട് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി. കൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ആയിരക്കണക്കിന് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വൈകുന്നേരം സ്നാക്സും നൽകി വരുന്നു. രക്ഷാധികാരി തോമസ് മാഞ്ഞാലി, പ്രസിഡന്റ് ഫ്രാൻസിസ് മാണിക്കത്താൻ, സെക്രട്ടറി ലാസർ തേനൻ, ട്രഷറർ ഷിബു തളിയൻ എന്നിവരാണ് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി കൂട്ടായ്മയുടെ സാരഥികൾ. വരും നാളിലും കോടനാട് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ അക്ഷീണമായി പ്രയത്നിക്കുമെന്ന് ട്രഷറർ ഷിബു തളിയൻ മീഡിയ സിറ്റിയോട് പറഞ്ഞു. കഴിഞ്ഞ ഏതാനും 25ഓളം വർഷങ്ങളായി നമ്മളിവിടെ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മൾ തുടർച്ചയായി ഇത്തരം അന്നദാന പരിപാടികളും അതോടൊപ്പം തന്നെ 4 സെൻറ്ററുകളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഭക്ഷണം എല്ലാ ആഴ്ചയിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രഭാത ഭക്ഷണവും അതോടൊപ്പം തന്നെ സ്നാക്സും വൈകുന്നേരങ്ങളിലെ സ്നാക്സുകളും നമ്മൾ നൽകാറുണ്ട്. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഉച്ചഭക്ഷണവും നൽകി വരുന്നു. കൂടാതെ ഡയാലിസിസ് രോഗികൾക്കായിട്ടുള്ള ചികിത്സാ സഹായധനം, ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായധനവും നൽകി വരുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഞാൻ ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി എന്ന സംഘടനയുടെ ട്രഷററാണ് ഞാൻ. ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളും വളരെ ഉദാരമായി തന്നെ നമ്മളോട് പെരുമാറുന്നത് കൊണ്ടാണ് നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഏവർക്കും നന്ദി. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.